കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇനി കാണുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണ് കുടുംബശ്രീ ഷാദയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറേ കമൻസിൽ ഇന്ന് വരെ ഉത്തരം കിട്ടാതെ നടക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും. അപ്പോൾ ഇത് എവിടം വരെ എത്തും? വിഷ്ണു ശാലിനി ഒന്നിക്കുമോ അതോ അവർ ഒന്നിക്കത്തില്ലയോ? ഇതിൻ്റെ ഇടയ്ക്കകത്ത് ഈ കാർത്തിക എന്താവും? പുതിയൊരു റോളിനകത്ത് ഒരു ജയശങ്കർ വന്നല്ലോ, ഇനി വരാനിരിക്കുന്ന ഹർഷൻ എന്നൊരു കഥാപാത്രമുണ്ടല്ലോ. ഇങ്ങനെ പല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണും. ഇനി മധുശ്രീക്ക് ഇനി എന്തായിരിക്കും സ്റ്റാൻഡ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമാണ് ഇന്നത്തെ കുറച്ച് ഉത്തരങ്ങൾ തരാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മധുശ്രീയും കാർത്തികയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതിൽ സത്യഭാമയുടെ പേര് പറഞ്ഞ് മധുശ്രീ നല്ല പോലെ അങ്ങ് വിരട്ടുവാണ് ഈ കാർത്തിക. അങ്ങ് വിരട്ടലിൽ അതുപോലെ തന്നെ ശാലിനിയുടെ നല്ല മനസ്സ് കണ്ടു. ശാലിനി തൻ്റെ ഹർഷന് വേണ്ടി നടത്തിയ പൂജയുടെ പ്രസാദം വരെ കൊണ്ടുപോയതും എല്ലാം കണ്ടിരിക്കുകയാണ് ഈ കാർത്തിക. അതുകൊണ്ട് ശാലിനിയോട് കാർത്തിക ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര എന്താണ് ഒരു സോഫ്റ്റ് കോർണർ തന്നെ വന്നിട്ടുണ്ട്. എന്തിനാണ് ശാലിനിയെ വിഷ്ണുവിനെയും തമ്മിൽ അകറ്റുന്നത് എന്ന മനസ്സിൽ ചിന്താഗതി നിൽക്കുമ്പോഴും സത്യഭാമയുടെ തോക്കിൻ്റെ മുനയിൽ താൻ ഇരയാകുമോ എന്ന ഭയമുണ്ട്. അതുപോലെ തന്നെ ഹർഷനെ എന്തെങ്കിലും ഇവളെ അപായപ്പെടുത്തുമോ എന്ന പേടിയും മനസ്സിലാകുന്ന മധുശ്രീയെക്കുറിച്ച് ആ ഒരു പേടിയും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മധുശ്രീ എന്താണ് പല രീതിയിലുള്ള അടവുകൾ പറ്റി ലാസ്റ്റ് എന്താണ് ചതിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. നീ ഇന്ന് ചെയ്തതിനേക്കാളും വലിയ ചതി എന്താണ്? ഒരാളെ ചതിച്ചല്ലാതെ ഈ ലോകത്ത് അങ്ങനെ ഒരു നിലനിൽപ്പില്ല എന്നൊക്കെ ലാസ്റ്റ് പറഞ്ഞ് മധുശ്രീ തൻ്റെ വരുതിക്ക് കൊണ്ടുവരാണ് കാർത്തിക. അപ്പം കാർത്തിക ഇനി എന്താകും എന്നതിൻ്റെ ഉത്തരമാണ് കാർത്തിക മധുശ്രീ ഇനി ഒറ്റ കൈയായി നിൽക്കുമെന്നതാണ് അതിൻ്റെ ഉത്തരം. അപ്പം വിഷ്ണു ഈ കാര്യങ്ങളൊക്കെ കാർത്തിക മധുശ്രീ ഒന്നായ കാര്യം അറിയുമോ എന്നതാണ് അടുത്ത ചോദ്യം നിങ്ങളുടെ. അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വിഷ്ണു ഒരിക്കലും തൽക്കാലത്തേക്ക് അറിയാൻ പോകുന്നില്ല. ഇവർ രണ്ടുപേരും ഒറ്റ കൈയാന്നുള്ള കാര്യം അറിയാൻ പോകുന്നതുമില്ല. ശ്യാമ എന്തെങ്കിലും ഒരു രീതിയിലെങ്കിലും സത്യങ്ങൾ തുറന്ന് പറയുമോ? ശ്യാമയെ കൊണ്ട് ശാലിനിയും വിഷ്ണുവിനെയും തമ്മിലുള്ള ജീവിതം ഒന്നാകാൻ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചാൻസ് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു പോസിറ്റീവ് ചാൻസ് വരുമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിനി എപ്പോഴായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഉടനുള്ള എപ്പിസോഡ്സിനകത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട് വീഡിയോസ്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇനി അങ്ങോട്ടേക്ക് കുടുംബശ്രീ ഷാദയുടെ എപ്പിസോഡ്സിനകത്ത് ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ പ്രധാനമായി നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ശാലിനി വിഷ്ണുവിൻ്റെ ഒരു കാര്യത്തിനത്. ശാലിനിക്ക് എന്ത് പറ്റി? ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് ശാലിനിക്ക് അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്താണ് പിന്നെ അതിനുശേഷം ശാരദാമ്മയുടെ പ്രതികരണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. സത്യഭാമയെ മുൾമുനയിൽ നിർത്തുന്ന ശാരദാമ്മ, അതുപോലെ തന്നെ വിഷ്ണു ചെയ്ത തെറ്റുകളാണെന്ന് തന്നെ വിഷ്ണുവിന് തോന്നുന്ന നിമിഷങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ എപ്പിസോഡ്സ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അറിയാൻ വേണ്ടി ഇതേ ടൈം സ്റ്റാമ്പ്, അതായത് 2 മിനിറ്റ് 37 സെക്കൻഡ് ഈ സമയത്തിലേക്കുള്ള ടൈം സ്റ്റാമ്പിലേക്ക് ഞാൻ താഴെ തന്നെ എന്താണ് ആ വീഡിയോയുടെ ലിങ്ക്സ് 2 ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. പിന്നെ അതിനുശേഷം ശേഷമാണ് സത്യമോളെക്കുറിച്ചുള്ള സത്യങ്ങൾ വിഷ്ണു അറിയുന്നത്. അത് എങ്ങനെയാണ്, ആരിൽ നിന്ന് അറിയുന്നുള്ള കാര്യം നമ്മൾ ഇതിന് മുന്നേ തന്നെ വീഡിയോ ചെയ്തു. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടാൽ അതിൻ്റെ ഡീറ്റെയിൽ എപ്പിസോഡ്സ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ശാലിനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നു, ആ സംഭവത്തിന് ശേഷം ശാരദാമ്മയുടെ പ്രതികരണം, ആ പ്രതികരണത്തിന് ശേഷം വിഷ്ണുവിൻ്റെ ഒരു കാര്യങ്ങൾ, അതിന് ശേഷം സംഭവിക്കുന്ന കാര്യത്തിനകത്താണ് ഈ സത്യമോൾ ആരാണ്, വിഷ്ണുവിന് ആരാന്നുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ച് ശാലിനി എന്താണ് ആ രഹസ്യം എന്നതിനൊക്കെ ഒരു ചെറിയൊരു സൂചന മാത്രമേ വിഷ്ണുവിന് തൽക്കാലം കിട്ടത്തുള്ളൂ. ആ ചെറിയ സൂചനകൾ എന്താണ്, ആരിൽ നിന്നാണ് വിഷ്ണു അറിയാൻ പോകുന്നത്, എവിടെ വെച്ച് അറിയുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിസോഡ്സിൻ്റെ കാര്യത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ ലിങ്കിനകത്ത് തന്നെ ഇട്ടേക്കാം. അപ്പോൾ നോക്കിയാൽ മതി. കാര്യം ഈ സത്യഭാമ കാർത്തിക് എന്ന മരുമകളെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ കാർത്തിക് എന്ന മരുമകളെ പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് സത്യഭാമ അംഗീകരിക്കുന്നത്. അതിൻ്റെ താളത്തിനൊത്ത് തന്നെ തുള്ളിക്കൊണ്ടാണ് ഈ കാർത്തിക എന്നവളും സത്യഭാമയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ പോകുന്നത്. ഇനി കുറേ നാളത്തേക്ക് തന്നെ കാർത്തികയുടെ റോൾ ഇതിൽ ഉറപ്പായിട്ട് തന്നെ കാണും. പക്ഷേ എന്ന് വെച്ച് കാർത്തികയുടെ റോൾ ഉള്ളത് കൊണ്ട് വിഷ്ണു ശാലിനി ബന്ധം വിള്ളലിലാകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. വിഷ്ണു ശാലിനി ബന്ധം കൂടുതൽ ദൃഢമാകാൻ പോകുന്നേ ഉള്ളൂ. ശാലിനി തൻ്റെ സ്ഥാനം ഇനി ഒരിക്കലും വിട്ടു കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ശാലിനി വരുന്നത് നമുക്ക് കാണാൻ തന്നെ പറ്റും. അപ്പോൾ അതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് സത്യഭാമ കൊടുക്കാൻ പോകുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ സത്യഭാമ ചെയ്യാൻ പോകുന്ന ട്വിസ്റ്റിന് സത്യഭാമ കിട്ടാൻ പോകുന്ന വലിയൊരു പണിയുണ്ട്. അതായിരിക്കും ഇനി അടുത്ത ദിവസം നാളെ കാണാനുള്ള എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ. അപ്പം അത് നിങ്ങളെല്ലാവരും കാണുമ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വിഷ്ണു ശാലിനി ഒന്നിക്കുമോ എന്ന് വലിയൊരു ചോദ്യമാണുള്ളത്. ഇത് എന്നൊന്നിക്കും? ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒന്നിക്കുമോ? ലാസ്റ്റ് എല്ലാ സത്യങ്ങളും അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു നിമിഷം വരാറുണ്ട്. പക്ഷേ എല്ലാം ഉടനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഉടൻ തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന വലിയൊരു പോസിറ്റീവായിട്ട്
ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ശ്യാമ തന്നെ മുൻകൈ എടുത്ത് ശാലിനി വിഷ്ണു ബന്ധം ദൃഢമാക്കാനുള്ള പരിശ്രമമായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എപ്പിസോഡ്സ് ഇനി ഉടൻ തന്നെ ഇടാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഇത് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ വേണ്ടി മാത്രമായി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ.